ജ്ഞാനവർദ്ധിനി സഭ മുൻ സെക്രട്ടറിയും ട്രഷററുമായ പുരുഷോത്തമൻ അമ്മാഞ്ചേരിയുടെ അനുസ്മരണം നടന്നു. SNDP വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് TG വിജയൻ, വേണുഗോപാൽ, CR സുനിൽ, വിനീഷ് കൊളവേലിൽ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുരുഷൻ ക്ലർക്ക് എന്ന് പറയുന്ന നമ്മുടെ പുരുഷൻ ചേട്ടൻ ഒരുപാട് സംഘടനാ പ്രവർത്തനത്തിൻ്റെ നേതൃത്വം വഹിച്ച ഒരാളാണ്. ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ച ആളാണ്. കുടുംബ യൂണിറ്റിൻ്റെ ഈ പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് പുരുഷൻ ചേട്ടൻ ഇന്ന് നമ്മളോട് പ്രവർത്തിക്കും. ഇവിടെ സൂചിപ്പിച്ച പോലെ സംഘടനാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ മികവ് എവിടെയും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാമവർമ്മയിൽ സർവീസിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഇബ്രാഹിം മാസ്റ്ററുടെ കുടുംബാധിപത്യത്തിൽ നിന്നും രാമവർമ്മ സ്റ്റാഫ് മാനേജ്മെൻറ്റിലേക്ക് കൈമാറിയപ്പെട്ടപ്പോൾ ആ സ്റ്റാഫ് മാനേജ്മെൻറ്റിൻ്റെ അധിപനായിട്ടിരുന്നു കൊണ്ട് ആ സ്കൂളിനെ വളരെ നല്ല നിലയിൽ, ഇന്നത്തെ നിലയിൽ തന്നെ എത്തിച്ചതിൽ വളരെയധികം പങ്ക് ഈ പുരുഷൻ ക്ലർക്കിൻ്റേതായിട്ടുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം സാമുദായികമെന്ന് ഞാൻ പറയുന്നില്ല, സാമൂഹ്യ രംഗം തികച്ചും ഒരു ശ്രീനാരായണീയനായിരുന്നു പുരുഷൻ ചേട്ടൻ. സഭാ പ്രവർത്തനങ്ങളിലും SNDPയുടെ പ്രവർത്തനങ്ങളിലും സഭാരംഗത്ത് അദ്ദേഹം കടന്നു വരുന്നതിന് മുമ്പ് അന്നിവിടെ ശക്തമായിരുന്നില്ല SNDP ശാഖ. അതിൻ്റെ സെക്രട്ടറിയായി വീടുകൾ കയറിയിറങ്ങി പുരുഷൻ ചേട്ടനും അനന്തമ്പാപ്പനും ഒക്കെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം എനിക്ക് ഓർമ്മയിൽ വരികയാണ്. പിന്നീട് ഇവിടെ കുടുംബ യൂണിറ്റുകൾ രൂപീകൃതമായപ്പോൾ സമയത്താണ് പുരുഷൻ ചേട്ടനുമായിട്ട് കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചത്. ഇവിടെ ഞങ്ങൾ കുറേ പേർ, അന്ന് ജനാർദ്ദന ചേട്ടൻ ഈ ഏരിയയിൽ, പടിഞ്ഞാറ് വേറെ ആളുകളുണ്ടായിരിക്കും, ഈ ഏരിയയിൽ ജനാർദ്ദൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ പുരുഷൻ ക്ലർക്ക് അന്ന് അദ്ദേഹത്തിന് നടക്കുവാൻ പ്രയാസമുണ്ട്. എങ്കിൽ തന്നെ ഞാൻ ബോസ് കുറേ പേരൊക്കെ ഇങ്ങനെ നടന്നിരുന്ന കാലഘട്ടത്തിൽ, കുടുംബ യൂണിറ്റ് ഉണ്ടാക്കുവാൻ നടന്നിരുന്ന കാലഘട്ടത്തിൽ അതിനെ പരിഹസിച്ച ഒരുപാട് ആളുകളുണ്ട്. അന്നൊന്നും അതിനെ കൂസാത നമ്മ ഗുരുദേവൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ നമ്മളുടെ ഒരു കുടുംബ സംഗമം കൂടി വെക്കേണ്ടതിൻ്റെ പ്രാർത്ഥനായോഗം സംഘടിപ്പിക്കേണ്ട ആവശ്യകതയെപ്പറ്റി ഓരോ വീടും കയറിയിറങ്ങി അത്തരത്തിൽ രൂപീകരിച്ചതാണ് ഞങ്ങളുടെ 3 കുടുംബ യൂണിറ്റിൻ്റെ ചേർന്നുള്ള പേരായിരുന്നു ശ്രീനാരായണ കുടുംബ യൂണിറ്റ്. പിന്നീടാണ് അത് 1, 2, 3 എന്ന് പറഞ്ഞാക്കിയത്. ആ പേര് പോലും മാറ്റുവാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. നിഷ്കർഷം നമ്മൾ ആദ്യമിട്ട പേര് അങ്ങനെ തന്നെ നിർത്തണം. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഈ ഓഫീസിൻ്റെ ഇപ്പോൾ ഇവിടെ സ്വീപിക്കുകയുണ്ടായി സ്ഥലം വാങ്ങുന്നതിൽ അദ്ദേഹം കാണിച്ച കണിശത പത്മനാഭ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പേരിൽ ഈ ഓഫീസ് ഈ കെട്ടിടം വാങ്ങി ഇവിടെ നല്ല രീതിയിൽ കുടുംബ യൂണിറ്റ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം അഭിപ്രായം. പുരുഷൻ ക്ലർക്ക് എന്നറിയപ്പെടുന്ന പുരുഷോത്തമൻ ഇന്ന് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതവും അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങളുമൊക്കെ വളരെ സംഭവബഹുലമായ ഒന്നായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിലെ ക്ലർക്കായിരുന്ന ദീർഘകാലം അധ്യാപക ഓഫീസ് രംഗത്ത് വളരെ കണിശതയോടുകൂടി, കൃത്യതയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഒരു കൃത്യത ഉണ്ടാവുമ്പോൾ പല ആളുകൾക്കൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ആ കൃത്യത വരുത്തിക്കൊണ്ട് ഒരു സ്ഥാപനത്തെ, അതിൻ്റെ ഓഫീസ് വർക്ക് വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹം വിജ്ഞാനവർദ്ധൻ ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു, കുടുംബ യൂണിറ്റിൻ്റെ ഭാരവാഹിയായിരുന്നു. വളരെ നല്ല രീതിയിൽ ഈ രംഗത്തൊക്കെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി വളരെ ആഴത്തിൽ ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഗുരുവിൽ അചഞ്ചലമായ വിശ്വാസവും അതുപോലെ ഗുരുവിൻ്റെ ധർമ്മസംഘടനയിൽ വളരെ നന്നായി സേവനം ചെയ്ത ഒരു വ്യക്തിയാണ്. വിജ്ഞാനവർദ്ധിനി സഭയിൽ ട്രഷററായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ എനിക്കൊരവസരമുണ്ടായി. ഏതാണ്ട് 2002 KK പരമേശ്വരൻ പ്രസിഡൻ്റായിരുന്ന കമ്മിറ്റിയിലാണ്. അതുപോലെ KK രാഘവൻ സെക്രട്ടറി ആയിരുന്ന കമ്മിറ്റിയാണ്. പുരുഷൻ ചേട്ടൻ സഭയുടെ ഖജാൻജിയായിരുന്നു. അന്നത്തെ ഒരു വലിയ ടീം, സ്കൂളിൻ്റെ മാനേജറായിരുന്ന അഡ്വക്കേറ്റ് പ്രതാപം വക്കീൽ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ളൊരു കമ്മിറ്റി വളരെ ഭംഗിയായി ഇന്നത്തെ നമ്മുടെ സഭയിലെ വടക്കേ കെട്ടിടം, വടക്കേ LP സ്കൂൾ പ്രവർത്തിക്കുന്ന കെട്ടിടം ഞങ്ങളുടെ കാലത്താണ് പണിയെടുപ്പിച്ചത്.
അപ്പം അങ്ങനെ സഭയിൽ ഇതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അതിനെ തരണം ചെയ്യാനും തീരുമാനമെടുക്കാനും ഉറച്ച അഭിപ്രായങ്ങൾ പറയാനും അത് പൊതുയോഗത്തിലാണെങ്കിലും ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ യുക്തിഭദ്രമായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും അദ്ദേഹത്തിനുണ്ടായി എന്നെനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ സഭയുടെ കാര്യങ്ങളിൽ വളരെ ശക്തമായി കൂടുതൽ കാലം സേവന പ്രവർത്തനങ്ങൾ SNDP യോഗത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ജ്ഞാനവർദ്ധിനി സഭയിൽ പുരുഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും നേരിട്ടറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വളരെ വളരെ കൃത്യതയുള്ള കണിശമായ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ. അപ്പോൾ അതൊരു വലിയ ഒരു അനുഭവമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ പൊതുരംഗത്തേക്ക് പ്രവർത്തിച്ച് സഭയിലെ മാനേജരായതിനു ശേഷമാണ് യൂണിയൻ്റെ ബോർഡ് അംഗമായിട്ടൊക്കെ പിന്നീട് വരുന്നത്. അപ്പോൾ സഭയിൽ വളരെ ശക്തമായി പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരമുണ്ടായി. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു SNDP യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡ് ഇലക്ഷൻ അതൊരു വലിയ വൈക്കങ്കരയിൽ തന്നെ കണ്ടിട്ടുള്ള SNDP യോഗത്തിൽ നടന്ന വലിയൊരു ഇലക്ഷനായിരുന്നു. അപ്പോൾ അന്നെതിരായി ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ എതിർകക്ഷികളായിട്ട് വന്നത് സഭയിൽ മുൻ സെക്രട്ടറി ആയിരുന്ന നമ്മുടെ അയ്യമ്പള്ളിയിലുള്ള ജയൻ ചേട്ടൻ, സഭയുടെ മുൻ പ്രസിഡന്റായിരുന്ന രവീന്ദ്രനാഥ്, അത്ര വലിയ പ്രഗത്ഭരോടാണ് അന്ന് ഒരു കൃത്യമായിട്ട് ഏറ്റുമുട്ടലുണ്ടായത്. അതൊരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരമാണ്. പക്ഷെ പുരുഷന്മാർക്ക് സഭയിലെ ചെറായി സഭയുമായിട്ട് മറ്റു രണ്ടു പേർക്കൊക്കെ വലിയ ആത്മബന്ധമാണ്, കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ ഉറച്ച് അഭിപ്രായം പറഞ്ഞ ആളുകളിലൊന്നും പുരുഷങ്ങളൊക്കെയാണ് എന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു.